ആ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടുപേര് കയറി വന്നു, ഒരു അച്ഛനും മകനും. വന്നപാടെ അച്ഛൻ പറയുകയാണ്, ഞാൻ ഒരാളെ കൊന്നു, തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് അച്ഛൻ പറയുന്നത്. തൊട്ടപ്പുറത്ത് ഇന്ന് മകൻ പറഞ്ഞു, അച്ഛനല്ല കൊന്നിരിക്കുന്നത്, ഞാനാണ് കൊന്നിരിക്കുന്നത്, ഈ കൈകൾ കൊണ്ട് അവനെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നതെന്നാണ് ഈ മകൻ പറഞ്ഞത്. അങ്ങനെ മാറി മാറി അച്ഛനും മകനും തമ്മിൽ ഒരു കുറ്റം ഏൽക്കുകയാണ്. പോലീസ് ആകപ്പാടെ കൺഫ്യൂഷനിലായി, ആരാണ് കൊന്നിരിക്കുന്നത്, അച്ഛനോ മകനോ? ഇനി അടുത്ത ചോദ്യം, ഇവർ ആരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അതാണ് വല്ലാത്തൊരു ചോദ്യം. ഇനി എന്തിനു വേണ്ടി? കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഗ്രാമത്തിൽ നടക്കിയ ആ കൊലപാതകത്തിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ ദാരുണമായ വാർത്ത കേട്ട് മാലി കോളനിക്കാർ ഞെട്ടിവിറച്ച്. ഇതിനു മുൻപെങ്ങും ഇങ്ങനൊരു വാർത്ത ആ കോളനിക്കാർ കേട്ടിട്ടേയില്ല. ഇതേ ആ കാണുന്ന ആ ചെറിയ വീട്ടിൽ ഒരു 35 വയസ്സുള്ള സന്തോഷ് കുമാർ എന്ന് പറയുന്ന പയ്യനെ കൊന്നിട്ടിരിക്കുകയാണ്. തലേന്ന് രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ആ രാത്രിയിൽ നടന്ന സംഭവം ഇന്ന് രാവിലെയാണ് അറിഞ്ഞിരിക്കുന്നത്. അതും ഈ രണ്ടുപേരും, ആ കൊന്ന രണ്ടുപേർ ആരൊക്കെയാണ്? ഒരു അച്ഛനും മകനും. ആ അച്ഛനും മകനും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റം ഏൽക്കുമ്പോഴാണ് ഈ നാട്ടുകാരെല്ലാം വിവരം അറിഞ്ഞത്. തലേന്ന് രാത്രി എന്തോ സംഭവമൊക്കെ നടന്നു ആ വീട്ടിൽ. പക്ഷെ ഒരാൾക്ക് പോലും ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആൾക്കാരെല്ലാം ആ വീട്ടിലേക്ക് ഓടിക്കൂടി. കുറ്റം ഏറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അച്ഛനും മകനുമാണ്. പക്ഷേ ഈ അച്ഛനാണോ ചെയ്തിരിക്കുന്നത് അതോ ആ അച്ഛൻ്റെ മകനാണോ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രണ്ടുപേരും ആ കുറ്റം ഒരുപോലെ ഏൽക്കുകയാണ്. എങ്കിലും അച്ഛൻ ഉറപ്പിച്ച് പറയും, ഞാനാണ് കൊന്നിരിക്കുന്നത്, എൻ്റെ മകൻ നിരപരാധിയാണ്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ മകൻ ഏറ്റിരിക്കുകയാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻ നടന്നൊരു കേസാണ്. അച്ഛനാണോ കൊന്നിരിക്കുന്നത്, മകനാണോ? ഈ തൊട്ടപ്പുറത്തിലൊക്കെ ഇതുപോലെ അറിഞ്ഞില്ല. ഇത് മെമ്പർ വിളിച്ച് പറയുമ്പോഴാണ് അറിഞ്ഞത്. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 മണിയായപ്പം മെമ്പറെ വിളിച്ചെന്ന്. അച്ഛനെ മോനോട് ചെല്ലുക. ചെന്നിട്ട് ഞാൻ ഇതുപോലെ മോനെ കഴിഞ്ഞ് അപ്പം കുറ്റം ഞാൻ ഏറ്റോളാം. മെമ്പറെ വെച്ച് കുറ്റം ആര് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് കുറ്റം ഞാൻ തന്ത പറഞ്ഞു, ഞാൻ ഏറ്റോളാം എന്ന് പറഞ്ഞു. അയാളാണോ അടിച്ചു കൊന്നത് മറ്റവനാണോ എന്തോന്ന് വെച്ചാൽ നാട്ടുകാരും അറിയുന്നില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ഇല്ലേ എല്ലാവരും അറിയുന്നത്. അന്ന് അങ്ങനെ പറയാം നമുക്ക്. ഈ മരണപ്പെട്ട ആളെ നിങ്ങൾക്ക് അറിയണ്ടേ? സന്തോഷ് കുമാർ എന്ന് ഞാൻ പറഞ്ഞു. 35 വയസ്സുണ്ട്, ടൈല് പണിക്കാരനാണ്, നാട്ടിലൊന്നും വേറെ പേര് ദോഷം ഒന്നുമില്ല. പക്ഷേ ഇയാളെ കൊന്നിരിക്കുന്നത് ആരാണ്? പ്രതികൾ രണ്ടുപേരും കുറ്റം ഏൽക്കുകയും ചെയ്തു. കൊന്നിരിക്കുന്നത് മറ്റാരുമല്ല, സ്വന്തം അച്ഛൻ, ജന്മം കൊടുത്ത സ്വന്തം അച്ഛനായ രാമകൃഷ്ണനാണ് കൊന്നിരിക്കുന്നത്. കുറ്റമേറ്റിരിക്കുന്ന മറ്റൊരാളാരാണ്? ഈ സന്തോഷ് കുമാറിൻ്റെ ഒരേ ഒരു സഹോദരനായ സനലാണ് കുറ്റമേറ്റിരിക്കുന്നത്. അയാളും കുറ്റമേറ്റിരിക്കുകയാണ്, ഞാനാണ് കൊന്നിരിക്കുന്നതാണ് ആ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന് കുറ്റമേറ്റു. രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടെന്നൊക്കെ പോലീസ് കണ്ടെത്തി. പക്ഷേ ഈ അച്ഛൻ ഉറപ്പിച്ച് പറയുകയാണ്, എൻ്റെ മകനെ വെറുതെ വിട്ടേ പറ്റൂ, ഞാനാണ് കൊന്നിരിക്കുന്നതെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയണമെങ്കിൽ ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ച് കാണും അല്ലേ? ഭയങ്കരമായിട്ട് ആ മനസ്സ് വേദനിച്ച ശേഷമായിരിക്കും ഒരു മകനെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ജന്മം കൊടുത്ത പിതാവ് കൊല്ലുന്നത്. എന്തായാലും ആ അച്ഛൻ മകനെ കൊന്നു. ആ വീട്ടിലേക്ക് നോക്കിയേ, ഇപ്പോൾ നമുക്ക് ശോകമുഖമായിട്ടുള്ള അന്തരീക്ഷമാണ് ആ വീട്ടിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ ഒരു സമയത്ത് സന്തോഷവും കളിചിരികളും ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു. അവിടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അമ്മ പക്ഷേ സുശീലാമ്മ 5 വർഷം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതോടുകൂടി ഈ കുടുംബത്തിൻ്റെ ആകെ താളം തെറ്റി. അറിയാമല്ലോ, വീട്ടിലെ ആ ഒരു പെണ്ണെന്ന് പറയുന്ന വിളക്ക് മാഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ അറിയാമല്ലോ. വീട് നിറച്ച് ഇരുട്ടായി. പിന്നെ വല്ലാത്തൊരു ജീവിതമായിരുന്നു. ഈ 2 മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയായിട്ടുള്ള നല്ല മുതിർന്ന മക്കളാണ് കേട്ടോ. സന്തോഷ് കുമാറിന് 35 വയസ്സും അവരുടെ ചേട്ടനായിട്ടുള്ള സനൽകുമാറിന് 36 വയസ്സുമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? കല്യാണം കഴിച്ചിട്ടില്ല രണ്ടുപേരും കൂലി വേറെ ജോലി ചെയ്യുന്നവരാണ്. അയാൾ ടൈലിൻ്റെ പണിക്ക്, മറ്റുള്ള കെട്ടിടത്തിൻ്റെ പണിക്കൊക്കെ പോകുന്ന 2 പേരാണ്. ഈ അച്ഛനാണെങ്കിൽ 10-25 വയസ്സുണ്ട്. അയാൾ രാമകൃഷ്ണൻ എന്നാണ് ആളുടെ പേര്. അയാൾ ഈ മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. മുതിർന്നവരാണെന്നോ അല്ലെങ്കിൽ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണെന്നോ ഉള്ളൊരു കണക്കൂട്ടലൊന്നും ഈ അച്ഛനില്ല. കിട്ടുന്ന സെക്യൂരിറ്റി ജോലിക്കാരനായ അയാൾ കിട്ടുന്ന പൈസ മുഴുവൻ വീടിന് വേണ്ടിയാണ് ചിലവാക്കുന്നത്. എന്നും കൈ നിറച്ച് സാധനവുമായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഈ കുട്ടികളെന്ന് പറയാൻ ഒക്കത്തില്ല, വീണ്ടും ആ വാക്കാണ് വരുന്നത്. ഈ പ്രായപൂർത്തിയായിട്ടുള്ള ഈ ചെറുപ്പക്കാർക്ക് ആഹാരമൊക്കെ വെച്ചു കൊടുക്കുന്നത് ഈ പിതാവ് തന്നെയാണ്. നാട്ടുകാർക്കെല്ലാം അറിയാം. രാമകൃഷ്ണൻ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഓളമാണ്. പിന്നെ മക്കളോടൊപ്പം സന്തോഷിച്ച് കളിച്ചിരിച്ച് രസമൊക്കെ പറഞ്ഞിരിക്കുന്ന കാഴ്ച ഈ നാട്ടുകാർ പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ അമ്മ മരിച്ചതിന് ശേഷം ഇവരോട് നമുക്ക് നല്ല താല്പര്യം. കാരണം ഒരു തള്ളയില്ലാത്ത 2 കൊച്ചുങ്ങളും ഉണ്ട്, ഇവരോട് ഒരു അച്ഛനും ഉണ്ട്. അവര് വീടും കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നുണ്ടല്ലോ. പിന്നെ വീടൊക്കെ നോക്കുമായിരുന്നു. ഒരു പെണ്ണുങ്ങൾ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നോക്കുന്ന ഒരു വീടായിരുന്നു. കാരണം വെച്ചാൽ ആ കൊച്ചുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യനുണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഈ അവിടെ കൊട്ടിൽ നടക്കുന്നുണ്ടല്ലോ, ഇവനും കൊണ്ടുവന്ന് പൈസ കൊണ്ട് കൊടുക്കും. രാമകൃഷ്ണന്റെ കാര്യം ഏകദേശം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അയാളുടെ മക്കളിലേക്ക് തിരിച്ചു വരാം. സനലും സന്തോഷും രണ്ടുപേർക്കും വ്യത്യസ്തമായ 2 സ്വഭാവമാണ്. സന്തോഷമാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, ടൈലിൻ്റെ ജോലിക്കാരനാണ്, അതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പമാണ് ഇയാൾ പലപ്പോഴും കഴിയുന്നത്. ഈ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. പക്ഷേ സനലാണെങ്കിൽ നേരെ തിരിച്ചാണ്, ആരോടൊന്നും മിണ്ടത്തില്ല, എപ്പോഴും തലകുനിച്ച് ഒറ്റ നടപ്പാണ്. ഒരു സുഹൃത്തുക്കൾ പോലും ആ നാട്ടിലില്ല. അങ്ങനെയാണ് ഈ 2 പേരുടെയും പൊതുവായിട്ടുള്ള സ്വഭാവ
വ്യത്യാസങ്ങൾ. സന്തോഷിന് ഒരു കുഴപ്പമുണ്ട്. ഈ കറണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സന്തോഷിൻ്റെ മുഴുത്ത ഭ്രാന്താണ്. ട്യൂബ്ലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കും, മെയിൻ സ്വിച്ച് ഓഫാക്കും, കോളിംഗ് ബെല്ലൊക്കെ നശിപ്പിക്കും, എന്ന് വേണ്ട സ്വിച്ച് ബോർഡൊക്കെ ഇളക്കി കളയാം. അമ്മാതിരി പ്രശ്നമാണ് ഈ സന്തോഷിന് കറണ്ട് കണ്ടത്. ആ കൊച്ചു വയലൻ്റ് ആവുമ്പം കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് അതിനെ ആശുപത്രി കൊണ്ടു, അല്ലെ എന്താ ഈ ഇത് കണ്ടോ, അല്ലെ കറണ്ട് കണ്ടോ, അതെല്ലാം അങ്ങ് വലിച്ചു പറിക്കും, ഫാൻ വലിച്ചു പറിക്കും. ഇയാൾക്ക് കറണ്ട് ഭയങ്കര ഇതാ, കറണ്ട് പ്രശ്നമല്ലേ? പ്രശ്നമാണ്. അയാളെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ടായിരിക്കും. കറണ്ട് കാണുമ്പോൾ പ്രശ്നമല്ലേ? അയാള് വയലന്റ് ആകുമ്പോൾ കറണ്ട് വലിച്ചു പറിച്ച് കളയും. പിന്നെ ഫാനിന്റെ ലീഫ് വലിച്ചു പറിക്കും, അലമാരയുടെ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഈ കലാഭവൻ മണിയുടെ ഒരു പടമുണ്ട്, വാൽക്കണ്ണാടി. അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കഥ എന്താണെന്ന് അറിയുമോ? 6 മാസം നമ്മുടെ കലാഭവൻ മണിക്ക് ഭ്രാന്താണ്. 6ാമത്തെ മാസം മുതൽ നല്ല നോർമൽ മൈൻഡാണ്, ആൾക്കാരോടൊക്കെ വളരെ ചിരിച്ചിടപഴകും, നമുക്ക് അങ്ങനെ ഒരു ഭ്രാന്ത് ഉള്ളതായിട്ട് തോന്നത്തേ ഇല്ല. ഇതേ ഒരു പ്രശ്നമാണ് നമ്മുടെ സന്തോഷിന്. സന്തോഷിന് ഇതേ പ്രശ്നം എന്ന് പറയാൻ, സന്തോഷം നോർമലാണ്. പണിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, വീട്ടിൽ ആഹാരം വെക്കുന്നുണ്ട്, അച്ഛനോട് സന്തോഷത്തോടെ ഇടപഴകുന്നുണ്ട്, സഹോദരൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് സന്തോഷം നമ്മുടെ കലാഭവൻ മണിയായിട്ട് മാറും. ആ സമയം എപ്പോഴാണ് വരുന്നത് എന്ന് ഒരു ധാരണ പോലും ആർക്കുമില്ല. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആനയ്ക്കൊക്കെ മതപ്പാടുണ്ടല്ലോ, മതമുള്ളപോലും അതുപോലൊരു പ്രശ്നമാണ്. പിന്നെ കയ്യിൽ കിട്ടുന്നതെല്ലാം അടിച്ച് നശിപ്പിക്കും, എല്ലാവരും ഉപദ്രവിക്കും, അച്ഛനും ഉപദ്രവിക്കും, സഹോദരനും ഉപദ്രവിക്കും. അങ്ങനെ വല്ലാത്തൊരു മാനസിക പ്രശ്നമുള്ള ആളായിട്ട് നമ്മുടെ ഈ സന്തോഷം മാറും. പക്ഷേ എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ ഒക്കത്തില്ല. ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കുണ്ടാവും. കാരണം ഈ ചെറുക്കനെ വയലന്റ് ആവുമ്പോൾ. പക്ഷെ അല്ലാതെ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ, നോർമലായി വെച്ചാൽ. അവൻ ഈ ചൂടൊക്കെ കൂടുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ 2, 3, 4 തവണ ഇപ്പൊ വന്നു കഴിഞ്ഞു. ആദ്യത്തെ തവണ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവര് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരും. പക്ഷേ ഇവർക്ക് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഈ സംഭവത്തിന്റെ ക്ലൈമാക്സിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഇനി ആ വീട്ടിലേക്ക് നോക്കിയേ, ആ വീട്ടിൽ ഇപ്പോൾ സന്തോഷമില്ല, കളിചിരിയില്ല. എല്ലാവർക്കും ആ വീട് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. എപ്പോഴാണ് ആ വീടിനുള്ളിലെ ആ സന്തോഷത്തിൻ്റെ മാനസികത തെറ്റുന്നത്, നാട്ടുകാർ എപ്പോഴാണ് ഉപദ്രവിക്കുന്നത്, കല്ലെറിയുന്നത് എപ്പോഴാണ് എന്നുള്ള ഭയത്താലാണ് ഇപ്പോൾ ഈ നാട്ടുകാരെല്ലാം കഴിയുന്നത്. പ്രത്യേകിച്ച് സന്തോഷിൻ്റെ അച്ഛന് ഉറക്കമില്ല. മകനെ പറ്റി ഓർക്കുമ്പോൾ അയാൾക്ക് ഉറങ്ങാൻ പറ്റുമോ? അയാൾ സെക്യൂരിറ്റി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. മകനെ കൊണ്ട് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, അങ്ങനെ ആശുപത്രി കൂട്ടിരിക്കണം, അങ്ങനെ ജോലിയെ പോലും ബാധിക്കുന്ന അവസ്ഥയായി. അതുമാത്രമല്ല, ഈ സന്തോഷം നാട്ടിലിറങ്ങി ഈ മാനസിക വിഭ്രാന്തിയിൽ പലതും കാണിച്ചു കൂട്ടും. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ പാവപ്പെട്ട രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആൾക്കാർ പറയും, രാമകൃഷ്ണൻ നിൻ്റെ മോനെ പിടിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ, നിനക്ക് അടിയിരുന്നൊക്കെ പറഞ്ഞ് ഈ പാവത്തെ പിടിച്ച് വരട്ടെ. അങ്ങനെ ചീത്തവളിയും ബഹളം എല്ലാം കൊണ്ട് ഈ പിതാവ് ആകപ്പാടെ പൊറുതി മുട്ടി. ശരിക്കും പറഞ്ഞാൽ മകനെ കൊണ്ട് പൊറുതി മുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ശല്യമുണ്ട്. അപ്പോഴൊക്കെ ഈ ചെറുക്കനെ അവരെ ആൾക്കാർ പിടിച്ചു നിർത്തുന്ന അടിക്കാൻ, അച്ഛനെ മറ്റാനായിരിക്കും പിടി കൊടുക്കത്തില്ല. ഇപ്പൊ ഈ കല്ലുകടയിൽ കിടന്ന് ഒരുപാട് അടിയൊക്കെ വാങ്ങിച്ചായിരുന്നു. അല്ല ചെറുക്കൻ അച്ഛനെയാ പിടിക്കുന്നത്. അന്ന് രാത്രി പുറത്ത് ആരും അറിയാത്ത ചില സംഭവങ്ങൾ ആ ചെറിയ വീട്ടിനുള്ളിൽ നടക്കുകയാണ്. സന്തോഷും അയാളുടെ ചേട്ടനായ സനലും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. അയാളുടെ മനസ്സിൽ ആകെ തെറ്റിയിരിക്കുന്നു. അറിയാലോ നമ്മുടെ സന്തോഷിന്. ആ സമയത്താണ് ഇയാളുടെ മൊത്തത്തിൽ ചൂടായി പ്രശ്നം ഉണ്ടാക്കുന്നത്. ലൈറ്റൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു, മുറി ആകപ്പാട് കുളമാക്കുന്നു, എല്ലാം പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് തടയാനായിട്ട് സനൽ ചെല്ലുകയാണ്. അങ്ങനെ സനലും ഈ ചേട്ടനും അനിയും തമ്മിൽ മുടിഞ്ഞ വഴക്കാണ്. ഇത് കണ്ടുകൊണ്ടാണ് പാവപ്പെട്ട നമ്മുടെ രാമകൃഷ്ണൻ വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നാലോചിച്ച് പലരും ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് കൈ നിറച്ച സാധനങ്ങളുമായിട്ട് മക്കൾക്ക് ആവശ്യമുള്ള സാധനമായിട്ട് ആ വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? 2 മക്കൾ, അതായത് ഓമന മക്കളായ 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു. അതൊക്കെ സഹിക്കാൻ പറ്റിയില്ല. സന്തോഷമാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു എന്ത് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുവാണ്. കൈ കിട്ടിയ ആരെയും കൊല്ലു എന്ന അവസ്ഥ നിൽക്കുവാണ് സന്തോഷം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ വെച്ച് ഈ പിതാവ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഇവൻ ജീവിക്കണ്ട, നാട്ടുകാർക്ക് ശല്യം, തങ്ങൾക്ക് ശല്യം, ഒരു പൊതുശല്യമായിട്ട് ഈ മകൻ മാറുകയാണ് എന്നുള്ള തോന്നൽ ഈ പിതാവിനെ അലട്ടുകയാണ്. പിന്നീട് അയാൾ ചെയ്ത പണി എന്താ വെച്ചാൽ, ആ വാതിലടയ്ക്കുന്നു, കയ്യിൽ കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആ ഇരുമ്പ് പൊടി വെച്ച് മകനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ്. ആ അടിയോടെ അയാൾ വീഴുന്നു. പിന്നെ ഈ മകനും, അതായത് മൂത്ത മകനും ഈ അച്ഛനും ചേർന്ന് ആ മകനെ കൊലപ്പെടുത്തുകയാണ്. അതിഭീകരമായ വിധത്തിൽ ആ അച്ഛനും മകനും ചേർന്ന് സ്വന്തം രക്തത്തെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് ആ വീടിനുള്ളിൽ നടക്കുന്നത്. സമയം അപ്പോഴേക്കും 9-10 മണി ആയതേ ഉള്ളൂ. ആ രാത്രി മുഴുവൻ ആ ഡെഡ് ബോഡി അവിടെ കിടക്കുകയാണ്. അപ്പോഴും ആ അച്ഛനും മകനും ആ വീട്ടിൽ തന്നെയുണ്ട്. നേരം വെളുത്തു. ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല ഈ വീട്ടിൽ നടന്നത് എന്താണെന്ന്. നേരം വെളുത്തു. നേരെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മെമ്പറിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾ 2 പേരും ചേർന്ന് അവനെ കൊലപ്പെടുത്തി. ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. അച്ഛൻ പറയുന്നു ഞാനാണ് കൊന്നതെന്ന് അച്ഛനും, മകൻ പറയുന്നു അച്ഛനല്ല കൊന്നത്, ഞാനാണെന്ന് മകനും പറയുകയാണ്. പോലീസ് 2 പേരെയും വിദഗ്ധമായി ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. 2 പേർക്കും
തുല്യ പങ്കാളിത്തമുണ്ട് ഈ കൊലപാതകത്തിൽ. അങ്ങനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു, തട്ടി അകത്തിടുന്നതോടെ ഈ കേസിന് പരിസമാപ്തിയാവുകയാണ്. ഇനി ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരോട് ഞങ്ങൾ ചോദിച്ചു, ഈ രാമകൃഷ്ണൻ തിരിച്ചു വന്നാൽ ഈ നാട്ടുകാർ സ്വീകരിക്കുമോ എന്ന്. പക്ഷേ രാമകൃഷ്ണൻ മിടുക്കനൊക്കെയാണ്, കുടുംബം നോക്കുന്നവനാണ്, മക്കളെ ഇഷ്ടപ്പെടുന്നവനാണ്, ഈ മക്കളുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കൃത്യത്തോട് ഒരാൾ പോലും യോജിക്കുന്നില്ല. യോജിക്കാൻ പറ്റുമോ? അല്ലേ? ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളെയും അയാളുടെ മകനായ സനലിനെയും ഇപ്പോൾ എല്ലാവരും പേടിയോടെയാണ് കാണുന്നത്. കാരണം ആ പാപത്തിൻ്റെ അസുഖമല്ലേ, അത് ചികിത്സിക്കാനും സംരക്ഷിക്കാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് അത് അവർ ചെയ്തില്ല? അല്ലേ? ചെയ്യുന്നതിന് പകരമായിട്ട് ആ പാവം നിരപരാധിയെ തല്ലിക്കൊന്നത് ശരിയാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അരുംകൊലപാതകമാണ്. അതെ, സ്വന്തം ആരും ചെയ്യാത്ത സ്വന്തം മകനെ തന്നെ തല്ലിക്കൊല്ലുക എന്ന് വെച്ചാൽ അത് ചെയ്യാത്തൊരു നീതമായ പ്രവൃത്തിയാണത്. ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാലേ, എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ഈ മനുഷ്യന് നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. പാർട്ടിപരമായിട്ടും ബന്ധപ്പെട്ടായാലും ഈ കൊച്ചിനെ എവിടെങ്കിലും നമുക്ക് ആക്കാതെ ഇവർ ഈ ചെയ്തതിനകത്തോട് നമുക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് നമുക്കൊരു ജീവനെ എടുക്കാനുള്ള അവകാശവും അധികാരവും ഇല്ല. ഒരാളെ കൊല്ലുന്നത് അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും അത് മഹാ തെറ്റ് തന്നെയാണ്, നിയമത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും. അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇതേ ഉള്ളൂ മാർഗ്ഗം ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എത്രയോ പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടാം, നമുക്ക് അയാളുടെ കൺവെട്ടത്തേക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തേടി പോകാം. പലരും ഒരു കാരണവുമില്ലാതെ ദൈവത്തിൻ്റെ കുത്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. അവസാനം അവൻ്റെ ജീവിതവും പോയി, ഈ കൊന്നവൻ്റെ ജീവിതവും പോവും. അതുമാത്രമല്ല, ഇവനെ ആശ്രയിക്കുന്ന ഒരുപാട് കണ്ണുകൾ വേറെയുമുണ്ട്, അവരുടെ ജീവിതവും പോകും. പിന്നെ കോടതിയായി, പോലീസായി, സമാധാനമില്ലാത്ത ജീവിതമായിട്ട് അവസാനം ആ ജീവിതം അങ്ങനെ അവസാനിക്കും. എന്തായാലും ഇത്തരം ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ ചിന്തിക്കുക, നമ്മളെ കാത്തും നമുക്കും ആ ഇരകൾക്കൊക്കെ ഒരുപാട് ജീവിതമുള്ളവരാണ്. അതൊന്നും ആരും മുളയിലെ നുള്ളാതെ സ്വന്തം ജീവിതമൊക്കെ കാത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.